വചന പൂർത്തീകരണത്തിന്റെ ഫലമായി ദൈവം ഭൂമിയിൽ അവതരിച്ച് തന്റെ ദൗത്യം നിറവേറ്റി യേശുമിശിഹായുടെ വചനപ്രഘോഷത്തിന്റെ ഭാഗമായി രൂപീകരിക്കപ്പെട്ട മലങ്കര കത്തോലിക്ക സഭയുടെ സ്ഥാപകനായ ധന്യൻ മാർ ഇവാനിയോസ് പിതാവിന്റെ ദർശനമായിരുന്നു 1925 രൂപീകരിക്കപ്പെട്ട ബെഥനി സിസ്റ്റേഴ്സ് എന്ന സന്യാസിനി സമൂഹം. ഇതാണ് SIC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സിസ്റ്റേഴ്സ് ഓഫ് ദ ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് മിശിഹാനുകരണ സന്യാസിനി സമൂഹം. കഴിഞ്ഞ 100 വർഷമായി സഭയിലും സമൂഹത്തിലും കൂടാതെ നാനാതുറകളിലും മിശിഹായുടെ സ്നേഹ സന്ദേശം എത്തിക്കുന്നതിൽ അത്യുത്തമ മാതൃകയാണ് ഈ സന്യാസിനി സമൂഹം കാഴ്ചവെച്ചത്. ധന്യന്മാർ ഇവാനിയോസിന്റെ ദർശനങ്ങൾ ഭാരതത്തിന്റെ അതിർത്തികൾ കടന്നും ബഥനിയുടെ സേവനങ്ങൾ എത്തിക്കാൻ ഈ സഹോദരിമാർക്ക് കഴിഞ്ഞു. 1956 ഓഗസ്റ്റ് 21 ബഥനി സന്യാസിനി സമൂഹത്തിന് പൊന്തിഫിക്കൽ പദവി ലഭിച്ചു. ഭാരതത്തിനപ്പുറത്തേക്ക് എത്യോപ്യ, ആഫ്രിക്ക, ജർമ്മനി, ഇറ്റലി, അമേരിക്ക എന്നീ രാജ്യങ്ങളിലും തങ്ങളുടെ വിലപ്പെട്ട സുവിശേഷ ദൗത്യം എത്തിക്കാനായി. വിദ്യാഭ്യാസമാണ് സമൂഹത്തിന്റെ ഉന്നമനത്തിന്റെ അടിസ്ഥാന ശിലയെന്ന തന്റെ ദീർഘവീക്ഷണത്തിന്റെ ഭാഗമാണെന്ന് ധന്യൻ മാർ ഇവാനിയോസ് പിതാവ് തിരിച്ചറിഞ്ഞിരുന്നു. ഈ ദൗത്യത്തിനായി അദ്ദേഹം തന്റെ ജീവിതം ഒഴിഞ്ഞുവെക്കുകയും ചെയ്തു. പ്രത്യാശാഭരിതമായ ആ മഹാനുഭാവന്റെ കാഴ്ചപ്പാടുകൾ ഉൾക്കൊണ്ട് ബഥനി സിസ്റ്റേഴ്സ് തങ്ങളുടെ വിശുദ്ധ ദൗത്യത്തിന്റെ ഭാഗമായി മാതൃകാപരമായ സംഭാവനകൾ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ സംരക്ഷണ രംഗത്തും സ്ത്രീ ശാക്തീകരണ രംഗത്തും സാമൂഹ്യ വികസന രംഗത്തും പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുടെ പുനരധിവാസത്തിനും സ്പെഷ്യൽ സ്കൂളുകൾ സ്ഥാപിക്കുന്നതിനും അതിലൂടെ സേവനത്തിന്റെയും സാന്ത്വനത്തിന്റെയും ഈശോയുടെ മാതൃകകൾ സൃഷ്ടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 100 വർഷമായി മിശിഹാനുകരണത്തിലൂടെ തങ്ങളെ വരമേൽപ്പിച്ച ദൗത്യങ്ങൾ കൃത്യതയോടെ ചെയ്തു തീർക്കാൻ സർവശക്തനായ ദൈവം ഈ സമൂഹത്തിന് ഇന്നോളം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിക്കുന്നു. ഇത്രത്തോളം സഹായിച്ച ഈശോ മിശിഹായോടുള്ള നന്ദി അർപ്പിച്ചുകൊണ്ട് 100 വർഷം തികയുന്ന മിശിഹാനുകരണ സന്യാസിനി സമൂഹത്തിനായി നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന അഭ്യർത്ഥിച്ചുകൊണ്ട് ബഥാനിയ സ്പെഷ്യൽ സ്കൂളിന്റെ റിപ്പോർട്ടിലേക്ക് കടക്കട്ടെ. ദൈവം ഭൂമിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാരുണ്യകർമ്മങ്ങൾ ചെയ്യുക മനുഷ്യധർമ്മമാണ്. ബത്തേരി പ്രോവിൻസിന്റെ നേതൃത്വത്തിൽ ബഥനി സിസ്റ്റേഴ്സ് ഭിന്നശേഷിയുള്ള കുട്ടികളുടെ വളർച്ചയ്ക്ക് മാർഗദീപം തെളിക്കാനായി ബഥാനിയ സ്പെഷ്യൽ സ്കൂൾ 2003 ഓഗസ്റ്റ് 11 അന്നത്തെ മദർ പ്രൊവിൻഷ്യൽ ആയിരുന്ന ബഹുമാനപ്പെട്ട മദർ തബീത്ത SICയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു. സ്നേഹത്തോടെയുള്ള പരിചരണത്തിലൂടെയുള്ള സൗഖ്യം എന്ന ആപ്തവാക്യവുമായി മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ മാനസികവും ശാരീരികവും സാമൂഹികവുമായ കഴിവുകളെ കണ്ടെത്തി വിദഗ്ധ പരിശീലനത്താൽ അവരുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുകയും അവരെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുകയും ചെയ്യുക എന്ന കാഴ്ചപ്പാടോടെയും ക്രിസ്തീയ സ്നേഹത്തിലൂടെ മാനസിക വെല്ലുവിളികൾ ഉള്ളവരെ പരിചരിക്കുകയും ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ഇത് ചെയ്തത് എന്ന ക്രിസ്തുനാഥന്റെ വചനങ്ങളിൽ നിന്ന് ശക്തി ആർജിച്ച് അവരുടെ പൂർണ്ണ വളർച്ചയെ പരിപോഷിപ്പിക്കുകയും പരിരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് ബഥാനിയയുടെ ദൗത്യം. 5 കുട്ടികളിൽ ആരംഭിച്ച ബഥാനിയ ഇന്ന് 22 വർഷങ്ങൾ പിന്നിടുമ്പോൾ 124 കുട്ടികളെ ഉൾക്കൊള്ളുന്ന വിദ്യാലയമായി മാറി. ബഥാനിയ സ്പെഷ്യൽ സ്കൂൾ ഇന്ന് ഈ പ്രദേശത്തിന് തന്നെ ആവശ്യ ഘടകമായി മാറി. 4 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ളവർ ഇവിടെ പഠനം നടത്തുന്നു. പ്രത്യേക പരിശീലനം ലഭിച്ച അധ്യാപകരുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് നല്ല പരിശീലനം നൽകാൻ ബഥാനിയയ്ക്ക് കഴിയുന്നു. അതുവഴി കുട്ടികളിൽ അന്തർലീനമായി കിടക്കുന്ന കഴിവുകൾ പുറത്തെടുത്ത് പരിശീലനം നൽകി സമൂഹത്തിന്റെ ഭാഗമായി തീരാൻ ഇവർക്ക് സാധിക്കുന്നു. സിസ്റ്റർ മെറിൻ, സിസ്റ്റർ ടെസ എന്നിവർക്ക് ശേഷം സിസ്റ്റർ അക്ഷയ സ്കൂളിന്റെ പ്രിൻസിപ്പളായി സേവനം ചെയ്യുന്നു. പരിശീലനങ്ങൾ
കുട്ടികളുടെ പ്രായവും കഴിവും അനുസരിച്ച് പ്രീ പ്രൈമറി, പ്രൈമറി, സെക്കൻഡറി, പ്രീ വൊക്കേഷണൽ, വൊക്കേഷണൽ എന്നീ ഗ്രൂപ്പുകളായി തിരിച്ച് പഠനം ക്രമീകരിച്ചിരിക്കുന്നു. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് SCERTയുടെ പാഠ്യപദ്ധതി അനുസരിച്ചാണ് പഠനം. അനന്തര ജീവിതത്തിന് ആവശ്യമായ പരിശീലനം പാഠ്യപദ്ധതിയുടെ ഭാഗമാണ്. ഓട്ടിസം, സെർവർ പാൾസി, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി, ഇന്റലക്ച്വലി ഡിസബിൾഡ്, ഡൗൺ സിൻഡ്രോം, ADHD എന്നീ കാറ്റഗറിയിൽപ്പെട്ട കുട്ടികളാണ് ഈ സ്കൂളിൽ പഠനം നടത്തുന്നത്. അധ്യാപകർ, അനധ്യാപകർ. റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ രജിസ്ട്രേഷൻ ഉള്ളതും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പൂർത്തീകരിച്ചവരുമായ അധ്യാപകരും പല തസ്തികകൾക്കാവശ്യമായ യോഗ്യതയുള്ളവരുമായ അനധ്യാപകരുമാണ് ഈ വിദ്യാലയത്തിൽ സേവനം ചെയ്യുന്നത്. വിവിധ തെറാപ്പി യൂണിറ്റുകൾ. സ്കൂളിനോട് ചേർന്ന് ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഡെവലപ്മെന്റൽ തെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി യൂണിറ്റുകൾ പ്രവർത്തിച്ചു വരുന്നു. സ്കൂളിലെ കുട്ടികൾക്ക് പുറമെ പുറത്തുനിന്നുമുള്ള കുട്ടികൾ ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി എന്നിവയ്ക്കായി എത്തുന്നുണ്ട്. ആളുകളെ അവരുടെ സ്വന്തം പ്രവർത്തനങ്ങളിൽ നിന്ന് പരമാവധി പ്രവർത്തനക്ഷമത കൈവരിക്കാൻ സഹായിക്കുന്നതാണ് ഒക്യുപേഷണൽ തെറാപ്പി. വികസന കാലതാമസമോ വൈകല്യമോ ഉള്ള കുട്ടികളെ അവരുടെ പൂർണ്ണശേഷിയിലെത്താൻ സഹായിക്കുന്ന ഒരു പ്രത്യേകതരം തെറാപ്പിയാണ് ഡെവലപ്മെന്റൽ തെറാപ്പി. വൊക്കേഷണൽ യൂണിറ്റ്. 18 വയസ്സിന് മുകളിലുള്ളവർക്കായി വൊക്കേഷണൽ ട്രെയിനിങ് യൂണിറ്റ് പ്രവർത്തിക്കുന്നു. ഈ വിഭാഗത്തിന്റെ ഭാഗമായി ഓഫീസ് ഫയൽ, സോപ്പ്, മെഡിസിൻ കവർ, പോസ്റ്റ് കവർ, ഓസ്തി എന്നിവ നിർമ്മിക്കുകയും വിറ്റഴിക്കുകയും ചെയ്യുന്നു. ഇവിടുത്തെ കുട്ടികൾ നിർമ്മിക്കുന്ന മെഴുകുതിരികൾ വിവിധ ദേവാലയങ്ങളിൽ വിൽപ്പന നടത്തുന്നു. ഇതുവഴി അവർക്ക് ചെറുതെങ്കിലും ഒരു വരുമാനം കണ്ടെത്താൻ സഹായിക്കുന്നു. വൊക്കേഷണൽ ട്രെയിനിങ്ങിന്റെ ഭാഗമായി കുട്ടികൾക്ക് ക്രാഫ്റ്റ് ഇനങ്ങൾ, എംബ്രോയിഡറി വർക്കുകൾ പരിശീലിപ്പിക്കുന്നു. ഹോസ്റ്റൽ. 2007 മുതൽ കോൺവെന്റിനോട് ചേർന്ന് പെൺകുട്ടികൾക്കായി ഹോസ്റ്റൽ പ്രവർത്തിച്ചു വരുന്നു. നിലവിൽ 20 പെൺകുട്ടികളാണ് ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുന്നത്. PTA. വളരെ സജീവമായ PTA ആണ് സ്കൂളിനുള്ളത്. സ്കൂളിന്റെ എല്ലാ പരിപാടികളിലും സജീവമായി പങ്കെടുക്കുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്നു. ആഘോഷ പരിപാടികളിൽ എല്ലാ രക്ഷിതാക്കളും ഭാഗവാക്കാകുന്നു എന്നത് അഭിനന്ദനീയമാണ്. PTA പ്രസിഡന്റായ ശ്രീ KB ശിവാനന്ദൻ, വൈസ് പ്രസിഡന്റ് ശ്രീ തോമസ് ഫിലിപ്പ്, സെക്രട്ടറി ശ്രീമതി ഉമ, ജോയിന്റ് സെക്രട്ടറി ശ്രീമതി ഫാത്തിമ, ട്രഷറർ ശ്രീ ദേവാനന്ദൻ തരിയറ, കൂടാതെ PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, മറ്റ് PTA അംഗങ്ങൾ ഓരോരുത്തരും സ്കൂളിന്റെ ദൈനംദിന കാര്യങ്ങളിലും വികസന പ്രവർത്തനങ്ങളിലും ആഘോഷ പരിപാടികളിലും ആത്മാർത്ഥമായി സേവനം കാഴ്ചവെക്കുന്നു. കലാകായിക രംഗം. കലാകായിക മത്സരങ്ങളിലെല്ലാം കുട്ടികൾ പങ്കെടുക്കുകയും വിജയികളാകുകയും ചെയ്യുന്നു. 2024 ഡിസംബറിൽ കോഴിക്കോട് വെച്ച് നടന്ന സംസ്ഥാനതല സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ബദാനിയയിലെ കുട്ടികളായ വിജേഷ് VR, മുറൈവ് BP, റംഷാദ് A, മനുപ്രസാദ് CK, സ്നേഹ ഫിലിപ്പ്, നുസ്രത്ത് BP, സുകന്യ NS, ജെസ്സി കുര്യാക്കോസ്, അഞ്ജുഷ KT, ശ്രീനിമോൾ, ശ്രേയാദാസ് PP, ബിൻസി ഷഹന UP എന്നിവർ സ്വർണം, വെള്ളി, വെങ്കലം മെഡലുകൾ കരസ്ഥമാക്കി. ബദാനിയയുടെ അഭിമാനങ്ങളായ കായിക പ്രതിഭകളെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. പൊന്നാനിയിൽ നടന്ന മലപ്പുറം ജില്ലാ കലോത്സവത്തിൽ കുട്ടികൾ പങ്കെടുത്ത് വിവിധ ഇനങ്ങളിൽ സമ്മാനാർഹരായി. മമ്പാട് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച തളിരുകൾ എന്ന സർഗോത്സവത്തിലും വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച ജ്വാല 2025 എന്ന സർഗോത്സവത്തിലും കുട്ടികൾ പങ്കെടുത്ത് സമ്മാനാർഹരായി ബദാനിയയുടെ SS ഉയർത്തിപ്പിടിച്ചു. ഇവരെ സ്കൂളിന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അധ്യാപക പരിശീലനം. സ്പെഷ്യൽ സ്കൂൾ അധ്യാപകർക്കായി നടത്തിവരുന്ന പരിശീലന ക്യാമ്പ്, സെമിനാർ എന്നിവയിൽ അധ്യാപകർ പങ്കെടുത്തു വരുന്നു. റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ നടത്തുന്ന CRE പ്രോഗ്രാമുകളിൽ സ്പെഷ്യൽ അധ്യാപകർ പങ്കെടുക്കുന്നു. സ്പെഷ്യൽ ഒളിമ്പിക്സ് ഭാരത് കേരളയുടെ മലപ്പുറം ജില്ലാ കോർഡിനേറ്ററായി സിസ്റ്റർ അക്ഷയ സേവനം ചെയ്യുന്നു. ബോധവൽക്കരണ പ്രോഗ്രാം. ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കൾക്ക് ഹോമിയോ മരുന്നുകളുടെ ഉപയോഗത്തെ സംബന്ധിച്ച് കാട്ടുമുണ്ട ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ ഡോക്ടർ ഷാജിറ ക്ലാസ് എടുത്തു. സ്വയം ചികിത്സ അപകടമാണെന്നും കൃത്യമായ പരിശോധനാ മാർഗമേ മരുന്നുകൾ ഉപയോഗിക്കാവൂ എന്നും ഡോക്ടർ ഉത്ബോധിപ്പിച്ചു. മോട്ടിവേഷൻ ക്ലാസ്. ജീവിത വിജയങ്ങൾക്കായി രക്ഷിതാക്കൾക്ക് K ജിഷ്ണു മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അതിജീവിതത്തിന് ആവശ്യമായ മനോധൈര്യം ഉണ്ടാകുന്നതിനും ജീവിതത്തിലെ
നഷ്ടപ്പെട്ടു പോയ സന്തോഷം തിരിച്ചു കൊണ്ടുവരുന്നതിനും മോട്ടിവേഷൻ ക്ലാസ് ഉപകാരപ്പെട്ടു. ദിനാഘോഷങ്ങൾ പ്രകൃതിയിലെ പച്ചപ്പ് നിലനിർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകത ലോകത്തോട് വിളിച്ചു പറയുന്നതുമായ ലോക പരിസ്ഥിതി ദിനാഘോഷം ബദാനിയയിലും നടന്നു. വൃക്ഷത്തൈ നട്ട് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. പരിസ്ഥിതി ബോധവൽക്കരണം ലക്ഷ്യമിട്ട് വിവിധ പരിപാടികൾ നടന്നു. പ്രവേശനോത്സവം സംസ്ഥാന സർക്കാരിന്റെ ആഹ്വാനപ്രകാരം ബദാനിയ സ്കൂളിലും പ്രവേശനോത്സവം നടന്നു. പുതുതായി ബദാനിയയിലെത്തിയ കുരുന്നുകൾക്ക് ഊഷ്മളമായ സ്വീകരണം നൽകി. കുട്ടികളുടെ വിവിധ പരിപാടികൾക്ക് പുറമെ മലപ്പുറം ജില്ലയിലെ നൃത്താധ്യാപകരുടെ സംഘടനയുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികൾ നടത്തിയത് പ്രവേശനോത്സവത്തിന്റെ മാറ്റുകൂട്ടി. സ്വാതന്ത്ര്യദിനാഘോഷം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യദിനാഘോഷം വിപുലമായ രീതിയിൽ ആഘോഷിക്കാൻ പ്ലാൻ ചെയ്തെങ്കിലും വയനാട് പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വർഷം സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ മാറ്റിവെക്കേണ്ടി വന്നു. എങ്കിലും കഴിഞ്ഞ വർഷം വരെ വിവിധ പരിപാടികളോടെ വിപുലമായി ആഘോഷിച്ചിരുന്നു. ഓണാഘോഷം കഴിഞ്ഞ വർഷങ്ങളിൽ വൈവിധ്യമാർന്ന പരിപാടികളോട് സംഘടിപ്പിച്ചിരുന്ന ഓണാഘോഷം ഇത്തവണ വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ കാര്യമാത്ര പ്രശസ്തമായ പരിപാടികളോടെ ചുരുക്കേണ്ടി വന്നു. കഴിഞ്ഞ വർഷം നടന്ന എന്നും മനസ്സിൽ ഗൃഹാതുര സ്മരണകളോടെ നിൽക്കുന്ന ഓണാഘോഷ പരിപാടികൾ ഇന്നും മനസ്സിൽ നിന്നും മാറാതെ നിൽക്കുന്നു. ശിശുദിനം ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായ നവംബർ 14 വിവിധ പരിപാടികളോടെ ശിശുദിനം ആചരിച്ചു. നാളെയുടെ പൗരന്മാരായ ഇന്നത്തെ ശിശുക്കളെ സമൂഹത്തിന് നന്മ പകരുന്ന തലമുറയായി വളർത്താൻ ആഹ്വാനം നൽകുന്ന ദിനാഘോഷത്തിൽ ബദാനിയായും പങ്കാളികളായി. വിനോദയാത്ര കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്ക് പഠനത്തിനോടൊപ്പം വിനോദവും അത്യാവശ്യമായതിനാൽ ഈ വർഷം ബദാനിയയിൽ നിന്ന് വിനോദയാത്ര സംഘടിപ്പിച്ചു. ഹിമാലയത്തിന്റെ അനുഭവം നൽകിയ കോഴിക്കോട് സ്നോ പാർക്ക്, ഭൂമിയെയും ബഹിരാകാശത്തെയും അറിയാനും പഠിക്കാനും ഉതകുന്ന പ്ലാനറ്റോറിയം, മലബാറിന്റെ അഭിമാനമായ
ബേപ്പൂർ തുറമുഖം എന്നിവിടങ്ങളിലേക്ക് അധ്യാപകരും കുട്ടികളും വിനോദയാത്ര നടത്തി. ആവേശം അലതല്ലിയ വിനോദയാത്ര കുട്ടികളുടെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഏടായി മാറി. ക്രിസ്മസ് ആഘോഷം. ലോകരക്ഷകനായ യേശുക്രിസ്തുവിന്റെ ജന്മത്തിരുന്നാൾ ബഥാനിയായിലും ആഘോഷിച്ചു. പുളിക്കിലോടി ബഥനി ആശ്രമ സുപ്പീരിയർ റവ ഫാദർ മത്തായി ഐരാണത്തറ OIC ക്രിസ്മസ് സന്ദേശം നൽകി. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും ക്രിസ്മസ് കേക്ക് വിതരണവും നടന്നു. വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി, വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി, സ്വർഗം താണിറങ്ങി മാതാവിൻ മടിയിലുറങ്ങി, വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി, വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി. ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി നിലമ്പൂർ ഡിപ്പോയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഡിസാറ്റ് കോളേജിൽ നടന്ന പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ ക്രിസ്മസ് ആഘോഷത്തിലും ബഥാനിയയിലെ കുഞ്ഞുങ്ങൾ പങ്കെടുത്തു. അവിടെ നടന്ന വിവിധ മത്സരങ്ങളിൽ ബഥാനിയയിലെ കുഞ്ഞുങ്ങൾ സമ്മാനാർഹരായി. ബർത്ത്ഡേ ആഘോഷങ്ങൾ. ബഥാനിയയിലെ കുഞ്ഞുങ്ങളുടെ പിറന്നാൾ ആഘോഷങ്ങൾ ബഥാനിയയുടെയും പ്രിയപ്പെട്ട ആഘോഷങ്ങളാണ്. പുറത്തുള്ളവരും അവരുടെ പിറന്നാൾ ആഘോഷം ബഥാനിയ കുഞ്ഞുങ്ങളുടെ ഒപ്പം ആഘോഷിക്കുന്നത് സന്തോഷദായകമാണ്. പിറന്നാൾ ആഘോഷിച്ച എല്ലാ കുഞ്ഞുങ്ങൾക്കും ബഥാനിയയുടെ പിറന്നാൾ ആശംസകൾ. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ കാരുണ്യ ദിനാചരണം. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനമായ 18/7/2024 നടന്ന കാരുണ്യ ദിനാചരണം ബഥാനിയ സ്കൂളിൽ വെച്ച് നടന്നു. ജില്ലാ പ്രസിഡന്റ് KP പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. വണ്ടൂർ MLA AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ബാബു വർഗീസ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ വിജേഷ്, ജില്ലാ സെക്രട്ടറി AK അഷ്റഫ് എന്നിവർ പങ്കെടുത്തു. വന്നുചേർന്ന എല്ലാവരെയും പ്രിൻസിപ്പാൾ സിസ്റ്റർ അക്ഷയ SIC സ്വാഗതം ചെയ്തു. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ഉപരോധം. സ്പെഷ്യൽ സ്കൂളുകൾക്ക് സർക്കാർ നൽകിയ വാഗ്ദാനം നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ സ്പെഷ്യൽ സ്കൂൾ അധികൃതർ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചു. ഈ ഉപരോധത്തിൽ നമ്മുടെ സ്കൂൾ പ്രിൻസിപ്പാളും വൊക്കേഷണൽ ട്രെയിനറുമായ സിസ്റ്റർ സത്യയും പങ്കെടുത്തു. സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാൻ ഈ ധർമ്മസമരം ഉപകാരപ്പെടുമെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾ പലതും സാക്ഷാത്കരിക്കപ്പെടുമെന്ന് തീർച്ച. ഭവന സന്ദർശനം. ഹോം ബേസ്ഡ് തെറാപ്പിയുടെ ഭാഗമായി കുട്ടികളുടെ ഭവനങ്ങൾ സന്ദർശിക്കുകയും സ്വാന്തനിപ്പിക്കുകയും അവർക്ക് ആവശ്യമായ തെറാപ്പികൾ പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു. വരും വർഷങ്ങളിൽ കൂടുതൽ ഭവനങ്ങളിലേക്ക് ഈ പദ്ധതി വ്യാപിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്കൂൾ കൈക്കൊള്ളും. ഇൻസ്പെക്ഷൻ. 2024-25 വർഷത്തെ സ്പെഷ്യൽ സ്കൂൾ പാക്കേജിന്റെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ പരിശോധന നടത്തി. പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയ ബഹുമാനപ്പെട്ട നിലമ്പൂർ AEOയും സംഘത്തോടുമുള്ള ബഥാനിയയുടെ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. തുടർന്നും കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും സഹായങ്ങളും ലഭ്യമാകാൻ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിനോട് അഭ്യർത്ഥിക്കുന്നു. സന്ദർശനം കേവലം പരിഗണനയല്ല, അർഹമായ അംഗീകാരം ലഭിക്കേണ്ട ബഥാനിയയിലെ കുഞ്ഞുങ്ങളെ കാണാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്.
ഇവരുമായി ഇടപെടാനും സമയം ചെലവഴിക്കാനുമായി നിരവധി സ്കൂൾ, കോളേജ് സംഘടനകൾ ബഥാനിയ സന്ദർശിക്കുന്നു. ജീവിതത്തിൻ്റെ പല പല മേഖലയിലുള്ളവരുമായി ഇടപെടാൻ ഇതുവഴി ബഥാനിയയിലെ കുഞ്ഞുങ്ങൾക്ക് അവസരം ലഭിക്കുന്നു. ഇത് തങ്ങളും സമൂഹത്തിൻ്റെ അവിഭാജ്യ ഘടകമാണെന്ന തോന്നൽ നമ്മുടെ മക്കൾക്ക് ലഭിക്കുന്നു. മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല, ചേർത്ത് നിർത്തപ്പെടേണ്ടവരാണ് തങ്ങളെന്ന ബോധ്യം ഈ കുഞ്ഞുങ്ങൾക്ക് നൽകാൻ നമുക്കാവുമെങ്കിൽ ഇത്തരം സന്ദർശനങ്ങൾ തുടരേണ്ടതാണ്. വന്ന എല്ലാവർക്കും നന്ദി. നന്ദി. അവസാനമായി നന്ദിയാണ്. ഒറ്റ വാക്കിൽ നന്ദി തീർക്കാനാവില്ലല്ലോ. പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഓരോ നിമിഷവും ബഥാനിയയെ വളർത്തുന്ന പരമകാരുണ്യവാനായ ദൈവത്തിന് 1000 നന്ദി. പൂജ്യത്തിൽ നിന്നും തുടങ്ങിയ ബഥാനിയയെ വളർത്തി ഈ കാണുന്ന നിലയിലെത്തിക്കാൻ വഴികാട്ടുന്ന ബഹുമാനപ്പെട്ട മദർ പ്രൊവിൻഷ്യൽ മദർ തേജസ്സിനോടും കൗൺസിലേഴ്സിനോടും ഞങ്ങളെ സഹായിച്ച എല്ലാ നല്ലവരായ മാതാപിതാക്കളോടും നാട്ടുകാരോടും കഴിവിനപ്പുറം അധ്വാനിച്ച അധ്യാപക അനധ്യാപകരോടും ഞങ്ങൾക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനവും നൽകുന്ന എല്ലാ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളോടും ആരംഭം മുതൽ ഞങ്ങളെ സഹായിച്ചിട്ടുള്ള ഗുണകാംക്ഷികളോടും എല്ലാ സഹോദരങ്ങളോടും ഞങ്ങളുടെ അകമഴിഞ്ഞ നന്ദി ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു. തുടർന്നും ഈ പ്രോത്സാഹനം ഈ കുഞ്ഞുങ്ങളുടെ പേരിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ഈ റിപ്പോർട്ട് സംഹരിക്കട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.